Hello everyone, welcome to Disha Academy. നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. ഗ്രാമീൺ ബാങ്ക്. അപ്പൊ നമുക്ക് കേരളത്തിലുള്ളവർക്ക് കേരള ഗ്രാമീൺ ബാങ്കുകളിലെ ക്ലറിക്കൽ പോസ്റ്റുകൾ, PU പോസ്റ്റുകൾ, SO പോസ്റ്റുകളിലേക്കുള്ള അപ്ലൈ ചെയ്തിട്ടുള്ള ഡേറ്റ്, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം ഔട്ട് ആയിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുള്ള കാര്യം. സോ അതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലോട്ട് പോവാം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏത് ഡേറ്റ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി, എക്സാം പാറ്റേൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഗ്രാമീൺ ബാങ്ക്, നമ്മൾ പറയുന്നത് ഗ്രാമീൺ ബാങ്ക് എന്നാണ്. അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് IBPS തന്നെയാണ്. അപ്പൊ IBPSന്റെ RRB 2025 നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഷെഡ്യൂളുകൾ എല്ലാം പറഞ്ഞുതരാം. ആദ്യം നമുക്കിപ്പോ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. 21 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ സെപ്റ്റംബർ 21 വരെ നിങ്ങളുടെ മുന്നിൽ ഡേറ്റ് ഉണ്ട്. സോ ലാസ്റ്റ് ഡേറ്റ് വരെ ആരും വെയിറ്റ് ചെയ്യരുത്. കാരണം ഓണത്തിന്റെ ഇടയ്ക്കൊക്കെ പെട്ടുപോകരുത് കേട്ടോ. അതായത് ലാസ്റ്റ് ഡേറ്റിൽ അപ്ലൈ ചെയ്യാൻ 21 വരെ ഡേറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിട്ടുപോകരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വിളിച്ച് പറയാറുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ റീസൺ എന്ന് പറഞ്ഞാൽ സൈറ്റ് ബിസി ആയിരിക്കും. അപ്പം ലാസ്റ്റ് ഡേറ്റ് വരെ ആരും വെയിറ്റ് ചെയ്യരുത്. സോ 21 ലാസ്റ്റ് ഡേറ്റ്. ഒരു 15-ാം തീയതി 16-ാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷന്റെ പ്രിലിമിനറിന്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് നവംബർ-ഡിസംബറിലായിരിക്കും. ഓൺലൈൻ എക്സാമിനേഷനും ഓഫ് കോഴ്സ് നവംബർ-ഡിസംബറിലായിട്ടാണ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം RRBയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ഓഫീസേഴ്സിന്റെയും OAയുടെ ഒക്കെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് നവംബർ ഓർ ഡിസംബർ മന്തിലായിരിക്കും. നവംബർ ലാസ്റ്റ്, ഡിസംബർ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ പ്രിലിമിനറി എക്സാമിനേഷന്റെ റിസൾട്ട് ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ അല്ലെ? അപ്പൊ നോക്കാം. അപ്പൊ നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. നമ്മുടെ IBPS RRBയുടെ എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അതിന്റെ പ്രിലിംസ് വരുന്നത് നവംബർ-ഡിസംബർ മന്തിലായിട്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷന്റെ റിസൾട്ട് നമുക്ക് ഡിസംബറിൽ, ജനുവരിയിലായിട്ട് ഉണ്ടായിരിക്കും. ഇനി മെയിൻസിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഡിസംബർ, ഫെബ്രുവരി മാസത്തിലായിരിക്കും. ഡിസംബർ മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ഫെബ്രുവരിയിൽ മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ഓഫീസേഴ്സ് പോസ്റ്റ് ഉണ്ട്, അതായത് ക്ലറിക്കൽ പോസ്റ്റ് ഉണ്ട്, PU പോസ്റ്റ് ഉണ്ട്, SO പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ എക്സാമിനേഷൻ കലണ്ടർ എങ്ങനെയാണ്? പ്രിലിമിനറി എക്സാമിനേഷൻ നവംബർ-ഡിസംബർ മാസത്തിലുണ്ടായിരിക്കും. അതുപോലെ മെയിൻസ് എക്സാമിനേഷൻ ഡിസംബർ അല്ലെങ്കിൽ ഫെബ്രുവരി മന്തിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജാനുവരിയിൽ നമുക്ക് റിസൾട്ട് വരും. ഓഫീസേഴ്സ് പോസ്റ്റിന്റെ സ്കെയിൽ 1, 2, 3യുടെ റിസൾട്ട് ജാനുവരിയിൽ വരും. അതുപോലെ തന്നെ ഇന്റർവ്യൂ കോൾ ലെറ്ററും ജാനുവരിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഇന്റർവ്യൂ ജാനുവരി, ഫെബ്രുവരി മാസത്തിലായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഒരു ടെന്റേറ്റീവ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഫെബ്രുവരി, മാർച്ച് മന്തിൽ ഉണ്ടായിരിക്കും. അതായത് 2026 മാർച്ച് ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവും. ഈ ഒരു എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത്, എക്സാം കണ്ടക്ട് ചെയ്ത്, റിസൾട്ട് കണ്ടക്ട് ചെയ്ത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഒരു മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് ബാങ്ക് എക്സാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് ആ ഒരു ഷെഡ്യൂൾ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഈ ഒരു 2025 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 മാർച്ചിൽ കംപ്ലീറ്റ് ആയി കിട്ടും. അതായത് ഒരുപാട് നിങ്ങൾക്ക് ടൈം, ഇപ്പൊ മറ്റു PSC എക്സാമുകളെ പോലെ തന്നെ പ്രിലിംസ് എക്സാം കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു മെയിൻസ് എക്സാം, അത് കഴിഞ്ഞ് റിസൾട്ട് കുറേ ഗ്യാപ്പ് കഴിഞ്ഞ്, പിന്നെ അങ്ങനെ ഒരു ഡ്യൂറേഷൻ കുറവാണ് കേട്ടോ ബാങ്ക് എക്സാമുകൾക്ക്. അതാണ് ബാങ്ക് എക്സാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോ ഓർത്ത് വെച്ചിരിക്കേണ്ടത്, നമുക്ക് നവംബർ-ഡിസംബറിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിസംബർ, ജാനുവരിയിൽ മെയിൻസ് എക്സാമിനേഷൻ ഈ ഒരു പോസ്റ്റുകളിൽ കറക്റ്റ് ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ജാനുവരി, ഫെബ്രുവരിയിൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഫെബ്രുവരി, മാർച്ചിൽ പ്രൊഫഷണൽ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. അടുത്ത നമുക്ക് എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആദ്യം പറയാം. എഡ്യൂക്കേഷൻ പറയുന്നത് വെച്ചാൽ എനി ഗ്രാജുവേറ്റ്, ഏതൊരു ഗ്രാജുവേറ്റിനും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ, ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല പ്രൊഫഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ്. ഈ ക്ലറിക്കൽ പോസ്റ്റുകൾ നമ്മൾ IBPS ക്ലർക്കിന്റെ ഒക്കെ പറഞ്ഞപ്പോഴേ ഈ പ്രൊഫഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്
അവിടുത്തെ ലോക്കൽസുമായിട്ട് ഡീൽ ചെയ്യേണ്ടത്, അതായത് അതുകൊണ്ട് ലോക്കൽ ലാംഗ്വേജ് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി ഡീൽ ചെയ്യേണ്ട കേസസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ലൊക്കാലിറ്റിയിലാണോ ആ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മലയാളം അറിഞ്ഞിരിക്കണം, തമിഴ്നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു തമിഴ് അറിഞ്ഞിരിക്കണം. അതുപോലെ ആ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് മൈക്രോസോഫ്റ്റ് പോയിന്റ്, പവർ പോയിന്റ് ആയാലും വേർഡ് ആയാലും അങ്ങനെയുള്ള നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ബേസിക് നോളജ് നന്നായിട്ട് ഉണ്ടായിരിക്കണം. അതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ 10th ഒക്കെ സർട്ടിഫിക്കറ്റ് തന്നെ കമ്പ്യൂട്ടർ നിങ്ങൾ പഠിച്ചതായിട്ടുള്ളത് ഉണ്ടായിരുന്നാൽ മതി. പക്ഷെ ആ ഒരു വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അതുപോലെ പ്രൊഫഷ്യൻസി ലോക്കൽ ലാംഗ്വേജിന്റെ കേസിൽ അതും കൂടെ പറയട്ടെ. നമുക്ക് ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മലയാളം ആണെങ്കിൽ എഴുതാൻ അറിയണം, വായിക്കാൻ അറിയണം, സംസാരിക്കാൻ അറിയണം. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ കേരളത്തിൽ 10th പാസ്സായവർക്കെല്ലാം മലയാളം ലാംഗ്വേജ് കൂടെ ഉണ്ടായിരിക്കും. ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എഴുതാനും സംസാരിക്കാനും വായിക്കാനും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത് പ്രൊഫഷ്യൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, ആ ടെസ്റ്റ് നിങ്ങൾ പാസ് ആവേണ്ടി വരും. ഓക്കെ, ഇനി ഏജ് ലിമിറ്റിലോട്ട് വരുമ്പോഴത്തേക്കും അസോൺ സെപ്റ്റംബർ 1 നിങ്ങൾക്ക് 18 മുതൽ 28 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലറിക്കൽ പോസ്റ്റും 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് PO പോസ്റ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ്. അതുപോലെ SC/ST ആണെങ്കിൽ 5 years ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBC ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എക്സാം സ്ട്രക്ചർ. എക്സാം സ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ IBPS RRB PO എക്സാം എഴുതുന്നവർക്ക് 3 സ്റ്റേജസ് ആണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. PO പോസ്റ്റ് ആകുമ്പോൾ ഇന്റർവ്യൂ കൂടെ വരുന്നുണ്ട്, അതാണ് ഒരു വ്യത്യാസം. PO പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കൂടെ വരുന്നുണ്ട്. ഇനി IBPS RRB ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി ഈ എക്സാം പാറ്റേൺ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ PO പോസ്റ്റ് ആണെങ്കിലും എക്സാം പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ നമുക്ക് നോക്കാം, എക്സാം പാറ്റേണിലോട്ട് പോവാം. അതിന്റെ പ്രിലിംസ് എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ റീസണിങ് 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 മാർക്കിന്റെ എക്സാം ആണ്. അതുപോലെ ന്യൂമറിക്കൽ അബിലിറ്റിയും 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 മാർക്കിന്റെ എക്സാം ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇംഗ്ലീഷില്ല. എക്സാം പാറ്റേൺ പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മുടെ ബാങ്കിന്റെ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിലും RRBയുടെ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ PO പോസ്റ്റ് ആണെങ്കിലും ഇംഗ്ലീഷിന്റെ എക്സാമിനേഷൻ പ്രിലിംസിന് വരുന്നില്ല. ഓക്കെ, അപ്പൊ റീസണിങ്ങും ഉണ്ട്, മാത്സും ഉണ്ട്. റീസണിങ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, മാത്സും 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ഇനി സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. റീസണിങ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം 25 മിനിറ്റ്സ് ആണ്. 25 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ ഈ 40 മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അതുപോലെ 20 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ന്യൂമറിക്കൽ എബിലിറ്റി പാസ് ആവാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്, അറ്റൻഡ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. 40 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 20 മിനിറ്റ്സ് ആണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 45 മിനിറ്റ്സിൽ 18 മാർക്സ് ആണ് നിങ്ങൾക്ക് മാക്സിമം മാർക്സ് എന്ന് പറയുന്നത്. അപ്പം ഇംഗ്ലീഷ് ഇല്ല എങ്കിൽ, പ്രിലിമിനറി എക്സാമിനേഷൻ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം. കാര്യം മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ മെയിൻസിന്റെ ഒരു സ്ട്രക്ചർ നോക്കാം. മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും റീസണിങ് 40 ക്വസ്റ്റ്യൻസ് 50 മാർക്കാണ് മാക്സിമം മാർക്ക്, 30 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. അപ്പൊ അരമണിക്കൂർ ഉണ്ട് നിങ്ങൾക്ക് റീസണിങ്ങിന്റെ എക്സാം എഴുതാനായിട്ട്. 40 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അതുപോലെ ജനറൽ അവയർനെസ് ആണെങ്കിൽ 15 മിനിറ്റ്സിൽ 40 ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ 40 മാർക്കാണ് സ്കോർ ചെയ്യുന്നത്. 40 ക്വസ്റ്റ്യൻസ് എന്ന് 40 മാർക്ക്, ഡ്യൂറേഷൻ 15 മിനിറ്റ്സ്. ഓക്കെ, ഇനി ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിൽ റീസണിംഗ് പോലെ തന്നെയാണ്. 40 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, സ്കോർ ചെയ്യേണ്ട മാർക്ക് 50 മാർക്കാണ്. 40 ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് 50 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. അതുപോലെ അതിന്റെ ഡ്യൂറേഷനും അരമണിക്കൂറാണ്, 30 മിനിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇംഗ്ലീഷും 40 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്സ് തന്നെയാണ്, 30 മിനിറ്റ്സ് ടൈം ഉണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ട്, 40 ക്വസ്റ്റ്യൻസ്, മാക്സിമം മാർക്ക് 20 ആണ്, അര മാർക്ക് വെച്ചിട്ടേ ഉള്ള ഒരു ക്വസ്റ്റ്യന്. അങ്ങനെ 15 മിനിറ്റ് നിങ്ങൾക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷിനും മാത്സിനും റീസണിങ്ങിനും അരമണിക്കൂറുണ്ട്. സ്കോർ ചെയ്യേണ്ടത് 40 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. പക്ഷെ മാത്സും റീസണിങ്ങും 50 മാർക്ക് സ്കോർ ചെയ്യണം. സെയിം ടൈം ഇംഗ്ലീഷ് 40 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. അതുപോലെ എക്സ്ട്രാ വരുന്നത് ജനറൽ അവയർനെസ്സിന്റെ 15 മിനിറ്റ് ഉണ്ട്, 40 മാർക്കിന്റെ ആണ്. അതുപോലെ
കമ്പ്യൂട്ടറിന് 15 മിനിറ്റ് ഉണ്ട്, 20 മാർക്സിൻ്റെയാണ്. അങ്ങനെ 200 മാർക്സ് 2 hours. 200 മാർക്സിൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് 200 മാർക്സ് ആണ് 2 hourൽ സ്കോർ ചെയ്യേണ്ടത്. അപ്പൊ എക്സാം പാറ്റേൺ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫോം ഫില്ലപ്പ് കറക്റ്റ് ആയിട്ട് ഫോം ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ കറക്റ്റ് ഡേറ്റിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ടൈം അറിയാലോ, ഇതിപ്പോ സെപ്റ്റംബർ ആണ്, നവംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സാം. അപ്പൊ നിങ്ങൾക്ക് ഒക്ടോബർ ഫുൾ ഒരു മന്ത് ഉണ്ട്, നവംബർ കുറച്ച് ടൈം ഉണ്ട്, സെപ്റ്റംബർ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പൊ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒരു ഹാഫ് നിങ്ങളുടെ മുന്നിലുണ്ട്. മാത്സ് റീസണിങ് സ്ട്രോങ് ആയിട്ട് പഠിക്കുക. കൂടെ തന്നെ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടറും ഡെയിലി ഒരു 1 hour 2 hour അതിനെ കൂടെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സാം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യട്ടോ. എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ആവണം.